ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് അച്ചാർ. ബീഫ് കഴുകി മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും മുളക് പൊടി ഇട്ട് വേവിച്ച് വെച്ചതാണിത്. ഇനി അത് പൊരിച്ചെടുക്കണം. പൊരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. കുറച്ച് പൊരിച്ച് വെച്ചിട്ടുണ്ട്, ബാക്കിയും കൂടി പൊരിക്കണം. അത് നല്ലോണം വറുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അത് അരിഞ്ഞ് വെക്കുന്നുമുണ്ട്. നന്നാക്കി വെച്ചത് അവിടെ കട്ട് ചെയ്യുന്നുമുണ്ട്. അതിൻ്റെ ഇടയിൽ ബീഫ് വറുക്കണമുണ്ട്. അവിടെ കുറച്ച് വറുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി അവസാന ഘട്ടമായി ഇത്തിരിയും കൂടി ഉള്ളൂ. അത് വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് അച്ചാറിടാം. ബാക്കി വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ച്, വേപ്പിലയും എടുത്ത് വെച്ചിട്ടുണ്ട്, പച്ചമുളകും ഇഞ്ചിയും ഉണ്ട്. പൊടികളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേപ്പില നമ്മുടെ ഇവിടുത്തെ വേപ്പിലേനെ കേട്ടോ, നാടൻ വേപ്പിലേന്. അതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം എടുത്ത് വെച്ചതാണ്. പിന്നെ ബീഫ് അവസാനത്തെ ഘട്ടം അത് കൂടി കഴിഞ്ഞ് നമ്മൾ ആ ചട്ടി തന്നെ കഴുകിയെടുത്ത് നമുക്ക് അതിൽ തന്നെ അച്ചാറിടാം. ചീനച്ചട്ടിയിലാണ്. അപ്പോൾ അത് തന്നെ കഴുകിയെടുത്ത് ഇനി ചട്ടി ചൂടാവട്ടെ. ചട്ടി ചൂടാകുമ്പോഴേക്കും നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. ചട്ടി ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഇനി ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഇനി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചൂടാവണം. വെളിച്ചെണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് കടുകും ഉലുവയും പൊട്ടിക്കാം. അപ്പോൾ നമുക്ക് ആദ്യം കടുക് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. കടുക് പൊട്ടുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും നമുക്ക് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ബീഫ് അച്ചാർ. അങ്ങനെ ഉലുവയും ഇട്ടിട്ടുണ്ട്. ഉലുവയും ഇട്ട് നമുക്കത് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇഞ്ചി, പച്ചമുളക് ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമായിരിക്കും. നിങ്ങളിത് ഉണ്ടാക്കി നോക്കണേ എല്ലാവരും. അപ്പം നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഇഞ്ചി അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുത്ത് ഇനി അതൊന്ന് വലത്തെ ഒന്ന് നന്നായിട്ട് പൊരിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് പച്ചമുളകും ഇടാം. അപ്പം ബീഫ് അവിടെ കിടന്ന് നല്ലതായിട്ട് ഇതാവണുണ്ട്. വെളിച്ചെണ്ണയിൽ വറുത്ത് കൊടുക്കുന്നതാണ് ബീഫ്. അപ്പോൾ ഇഞ്ചി അങ്ങാട് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. അത് ഇഞ്ചി വാടി നന്നായിട്ട് ഇതായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഇട്ട് പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ അത് പച്ചമുളകും ഒന്നും വാടണം. ഇതൊന്ന് മാറിയിട്ട് പച്ചമുളകും ഇഞ്ചി അതിൽ കിടന്ന് ഇതായി. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി നമുക്ക് ആദ്യം നേരം ഇട്ട് ഇതാക്കണ്ട. അതിൻ്റെ ആ ഒരു ഇതങ്ങാണ്ട് ഇതായാൽ മതി. അത്രയും വരെ ഒന്ന് വഴറ്റിയാൽ മതി. അത് കഴിയുമ്പോൾ നമുക്ക് അതിലോട്ട് വേപ്പിലയും ഇട്ട് കൊടുക്കണം. അപ്പം വേപ്പിലയും ഇട്ട് കൊടുത്ത് നമുക്കങ്ങാട് വഴറ്റാം. ബീഫ് അപ്പോൾ അവിടെ വറുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം. അങ്ങനെ ബീഫും 2 കിലോ അടുത്തുണ്ടാവും കേട്ടോ എൻ്റെ അടുത്ത്. അത് അവിടെ വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇത് വാടി വരുമ്പോഴേക്കും നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കണം. ആദ്യം നമുക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി അത് കഴിഞ്ഞ് നമ്മൾ വാടി വരുമ്പോഴേക്കും നമുക്ക് മുളക് പൊടി ഞാൻ ഇവിടെ മുളക് പൊടി എടുക്കുന്നത് കാശ്മീരിയും സാദാ മുളകും കൂടി മിക്സ് ചെയ്യുന്ന മുളക് പൊടിയാണ് ഞങ്ങൾ ഇട്ട് വെച്ചേക്കണം. അപ്പം അതൊരു 3 സ്പൂൺ ഇടുന്നുണ്ട്. 3 സ്പൂൺ ഇട്ട് കൊടുക്കുക. ആദ്യമായിട്ട് വീഡിയോ എടുക്കണതിൻ്റെ ഒരു പോരായ്മ ഉണ്ട്, നിങ്ങളൊന്ന് ക്ഷമിക്കുക. അപ്പം അത് ഇട്ട് വഴറ്റി കൊടുക്കണേന്. അത് ഇത്ര നേരം ഇപ്പോൾ ഒറ്റക്ക് ചെയ്തപ്പോഴുള്ളൊരു ബുദ്ധിമുട്ടാണ്. നിങ്ങളതിലെ പോരായ്മകളൊക്കെ ക്ഷമിക്കണേ. അങ്ങനെ 3 സ്പൂൺ മുളക് പൊടി ഇട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത്തിരി അച്ചാർപ്പൊടി ഇട്ട്. അച്ചാർപ്പൊടി ഓരോരുത്തർ ഇതുപോലെയാണ്. എൻ്റെ ഇപ്പോൾ 2.5 കിലോ അടുത്ത് ബീഫ് ഉള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ഇതിലിട്ട്. പിന്നെ അച്ചാർപ്പൊടിയും ഇട്ട് വഴറ്റി കഴിയുമ്പോൾ നമുക്ക് ഇത്തിരി മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. മസാലപ്പൊടി ഒരു നല്ലതാണ്, ബീഫല്ലേ. അപ്പം അതിൻ്റെ പേരിൽ നമുക്ക് മസാലപ്പൊടിയും കുറച്ചിട്ട് കൊടുക്കാം.
മസാലപ്പൊടി 1 സ്പൂൺ 2 സ്പൂണൊക്കെ ഇടാം. അങ്ങനെ മസാലപ്പൊടിയാണിത്. നമ്മൾ 2 സ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുത്ത് അതിട്ട് വഴറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ചൊറുക്ക ഒഴിച്ചു കൊടുക്കണം. ഇട്ട് വഴറ്റി അത് വഴണ്ട് വന്നപ്പോൾ നമുക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണേണ്. കായപ്പൊടിയും നമുക്ക് കുറച്ചിട്ട് കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ചൊറുക്ക ഒഴിച്ചു കൊടുക്കാം. അത് വഴറ്റട്ടെ. അത് വഴണ്ട് വന്ന് അപ്പം നമുക്ക് ചൊറുക്ക ഒഴിച്ചു കൊടുക്കാം. വഴണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ആ കാര്യം ഞാൻ വിട്ടുപോയി. അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്ത് കാരണം ബീഫിൽ ഉപ്പ് കുറവാണ്. ഞാൻ ബീഫ് കുറച്ച് ഉപ്പിട്ടാണ് വേവിച്ചേക്കണം. അപ്പം ഇത്തിരി മസാലയിൽ ഇത്തിരി ഉപ്പിട്ട് അതൊന്ന് വഴണ്ട് വന്ന് ഇനി നമുക്ക് ചൊറുക്ക ഒഴിച്ചു കൊടുക്കാം. ചട്ടി ചൂടായതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ആ ഒരു ഇത് വന്ന് പിന്നെ അതൊന്ന് ഇനി കിടന്ന് തിളക്കണം. നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ട് വെട്ടിത്തിളക്കണം. വെട്ടിത്തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ബീഫ് ഇട്ടങ്ങാട് ഇളക്കി കൊടുക്കാം. വെട്ടിത്തിളച്ചു. ബീഫ് നമുക്ക് ഇടഞ്ഞി. ബീഫ് അതിലെ വെളിച്ചെണ്ണയും കൂടി അങ്ങാട് ഇതാക്കിയതാണ്. ബീഫ് നന്നായിട്ട് അതിലിട്ടങ്ങാട് മസാല അങ്ങാട് പിടിക്കണം. ബീഫുമ്മ ആ ചൊറുക്കയും ഒക്കെ അതുമ്മ പിടിക്കണം. അപ്പം ബീഫ് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ബീഫ് നന്നായിട്ട് ആ മസാലയും ബീഫും കൂടി നന്നായിട്ട് മിക്സ് ആവണം. ആ ചൊറുക്കയൊക്കെ അതുമ്മ പിടിക്കണം നന്നായിട്ട്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കണം. സിമ്മിലിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അങ്ങോട്ട് പിടിക്കട്ടെ. അങ്ങനെ നന്നായിട്ട് ഇളക്കുന്നതാണ്. അപ്പോൾ അതിൽ ആ ബീഫും അതെല്ലാം പിടിച്ചോളും. ബീഫ് വറുക്കുമ്പോൾ ഹാർഡാക്കരുത് നിങ്ങൾ. ഒരു ഇതിൽ ഭയങ്കരമായിട്ട് മുരിയിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ മസാലയൊക്കെ അതുമ്പോൾ പിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാവും. അപ്പം ഒന്ന് കടിക്കാൻ പറ്റണ പാകത്തിനാക്കിയാൽ നല്ല ഇതായി. എന്നിട്ട് ബീഫ് കണ്ട ബീഫ് അച്ചാർ നല്ല സൂപ്പർ ബീഫ് അച്ചാറാണ്. അത് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. എന്തായാലും ഉണ്ടാക്കി നോക്കണം. പെരുന്നാളൊക്കെ അല്ലേ, എല്ലായിടത്തും ബീഫ് കിട്ടിയിട്ടുണ്ടാവും. ഇത്തിരി ഉണ്ടാക്കി നോക്കും. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായി. ഇറച്ചിയൊക്കെ ഈ ബീഫൊന്നും കഴിക്കാത്ത കുട്ടികളുണ്ടാവും. അവർക്കൊക്കെ അത് നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇവിടുത്തെ കുട്ടികൾക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ